നവകേരളം യാഥാർത്ഥ്യമാകുന്നത് ഭേദചിന്തയില്ലാത്ത മനുഷ്യരെ സൃഷ്ടിക്കാനാകുമ്പോഴാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹത്തെ പിറകോട്ട് വലിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ തുറന്നുകാട്ടാൻ കലാസാംസ്കാരിക ലോകത്തിന് കഴിയണമെന്നും മുഖ്യമന്ത്രി. ഇടതുപക്ഷ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരും കലാകാരരുമായി സംവദിക്കുന്ന പരസ്പരം പരിപാടി പുഴയ്ക്കൽ ലുലു കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും ഒക്കെ എതിരെ വലിയ തോതിൽ കേരളീയ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിൽ പഴയ സന്യാസി ശ്രേഷ്ഠന്മാർ വഹിച്ച പങ്കില്ലേ? അതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പങ്ക് പ്രത്യേകം കാണാൻ കഴിയില്ലേ? ഇന്ന് നമ്മുടെ സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം വൻതോതിൽ നടത്തുന്നത് വേണ്ട രീതിയിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് നിഷ്കളങ്കരാണ്, നിഷ്കളങ്കതയോടെ ജീവിക്കുന്ന ജനവിഭാഗങ്ങളാണ്. ആ ജനവിഭാഗത്തിൻ്റെ അടുത്തേക്ക് പല പേരിൽ എത്തിപ്പെടാൻ ആളുകൾ ശ്രമിക്കുകയാണല്ലോ. നാടിന്റെ മറ്റ് വികസന പുരോഗതി കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമല്ല നവകേരളം യാഥാർത്ഥ്യമാകുന്നത്. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ കേരള സമൂഹത്തെ ഉണർത്താൻ ശ്രീനാരായണ ഗുരു തുടങ്ങിയ സന്യാസ ശ്രേഷ്ഠർക്ക് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നുള്ള നവോത്ഥാനത്തിന് കലാസാംസ്കാരിക രംഗത്തുള്ള എല്ലാവരും ക്രിയാത്മകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. വലതുപക്ഷത്തിന് പോലും ഇടതുപക്ഷ സ്വാധീനമുള്ള നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തെ വല്ലാത്ത രീതിയിൽ പുറകോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ വലതുപക്ഷ ശക്തികൾ മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ നടത്തുന്നത്. ഇരുട്ടിന്റെ ആ ശക്തികളെ തുറന്നുകാട്ടാനുള്ള ശ്രമം കലാസാഹിത്യ സാംസ്കാരിക രംഗത്ത് നിന്നുണ്ടാകണമെന്നും അങ്ങനെ ഭേദചിന്തയില്ലാത്ത സമൂഹമായി കേരളത്തെ നിലനിർത്തണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. സാധാരണ ചട്ടക്കൂടിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടതായിട്ട് വരും. എങ്ങനെയാണ് ഇത്തരമൊരവസ്ഥയെ ഫലപ്രദമായി പ്രതിരോധിക്കാനാവുക? പഴയ സമൂഹത്തിന്റെ സ്ഥിതി തിരിച്ചെടുത്ത് അവിടുന്ന് കൂടുതൽ പുരോഗതിയിലേക്ക് എങ്ങനെ കൊണ്ടുപോകാനാകും? ഇതാണ് ഗൗരവമായി നാം ചിന്തിക്കേണ്ട വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്. നാടിനെ പുരോഗമനോന്മുഖമായി മാറ്റിയെടുക്കാൻ എക്കാലത്തും നിലകൊണ്ടവരാണ് കലാസാഹിത്യ രംഗം, സാംസ്കാരിക രംഗം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പ്രത്യേക ചുമതല ഉള്ളവരാണ് കലാസാഹിത്യ രംഗത്തുള്ളവർ, സാംസ്കാരിക രംഗത്തുള്ളവർ എന്നത് തിരിച്ചറിയാനാവണം. അന്താരാഷ്ട്ര ഫോക്ലോർ ഫെസ്റ്റിവൽ ഉടൻ സംഘടിപ്പിക്കുമെന്നും രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ സാംസ്കാരിക ഡയറക്ടറേറ്റ് ആരംഭിക്കുമെന്നും അധ്യക്ഷത വഹിച്ചുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ചടങ്ങിൽ പ്രമുഖ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരായ ആദ്യകാല നടി നിലമ്പൂർ ആയിഷ, നർത്തകി കലാമണ്ഡലം ക്ഷേമാവതി, സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, എഴുത്തുകാരൻ ടി.ഡി. രാമകൃഷ്ണൻ, സംവിധായകൻ തരുൺ മൂർത്തി, ഡോക്ടർ ഭാനുമതി തുടങ്ങി 15 പേരെ മുഖ്യമന്ത്രി ആദരിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി കലാസാഹിത്യ സാംസ്കാരിക രംഗത്ത് നിന്നുള്ളവരുമായി സംവദിച്ചു. മന്ത്രിമാരായ കെ രാജൻ, ഡോക്ടർ ആർ ബിന്ദു, കടന്നപ്പള്ളി രാമചന്ദ്രൻ, കെ രാധാകൃഷ്ണൻ MP, മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ S. അയ്യർ തുടങ്ങിയവർ സന്നിഹിതരായി. കലാകാരരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് ഉയർന്ന അഭിപ്രായങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. 14 ജില്ലകളിൽ നിന്നുള്ള 2500ഓളം കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ.